പ്രിയപ്പെട്ടവരെ, ഫങ്ഷനായിട്ട് എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്? കല്യാണം തന്നെയാണ് നമുക്ക് ആദ്യ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒക്കെ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് കല്യാണത്തിനാണല്ലോ. മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുവാനും അത് നിങ്ങളിൽ എത്തിക്കുവാനും നിങ്ങളൊരാളെ അന്വേഷിച്ച് കിടക്കുന്നത് ഈ ഓണത്തിന് അല്ലേ. എന്തായാലും മകളുടെയും മകൻ്റെയും ഒക്കെ. അപ്പോൾ അത് പോട്ടെ, എന്തായാലും കല്യാണം അല്ലേ, കല്യാണം, പാലുകാച്ച്, നൂലുകെട്ട്, പിന്നെ പിറന്നാൾ, പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഫങ്ഷൻ ഉള്ളതല്ലേ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഫങ്ഷനായിട്ടില്ല. ഇതൊക്കെ ഉണ്ട്. അത് തന്നെയാണ് പാലുകാച്ച്, കല്യാണം, നൂലുകെട്ട്, പിറന്നാൾ, അങ്ങനെ ഒരുപാട് ഫങ്ഷനുണ്ട്. അപ്പോൾ എല്ലാവരും മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങി ഇരിക്കുവാൻ വേണ്ടിയിട്ടുള്ള മേക്ക് ഓവർ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി, ഏത് ഫങ്ഷൻ, പാർട്ടി പരിപാടിയായിരുന്നാലും, നിങ്ങളുടെ കടയുടെ ഉദ്ഘാടനം, അല്ലെങ്കിൽ എന്ത് പരിപാടിയായിരുന്നാലും ഇപ്പം ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒരു മെയിൻ ഘടകമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ഞാനിതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് വീഡിയോയിൽ, എങ്ങനെയാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും സഹകരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള റേറ്റുകളിൽ മൊത്തത്തിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, മേക്ക് ഓവർ, ഇവൻറ്റ് എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് 1 by 1 ആയിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ആൽബം, വീഡിയോ 35,000 രൂപ മുതൽ എത്ര രൂപയ്ക്ക് വേണമെങ്കിലും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ പാക്കേജുകളുണ്ട്. തീർച്ചയായിട്ടും വിളിക്കുക, സഹായിക്കുക. പ്രിയപ്പെട്ടവരെ, നമസ്കാരമുണ്ട്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല. ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിലുള്ള ഒരു വെഡ്ഡിങ് പാക്കേജ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തായാലും കല്യാണങ്ങളാണ് ഈ ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും 7R ഫ്രൈഡേ ടെലി ലെൻസ് അടക്കം, ബ്ലോക്ക് ലെൻസ് അടക്കമുള്ള ഒരു ക്യാമറ ഉപയോഗിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെയോ നിങ്ങളുടെ മക്കളുടെയോ നിങ്ങളുടെ ബന്ധുവലയങ്ങളുടെയോ ആരുടെയെങ്കിലും വിവാഹങ്ങൾ പകർത്തുകയാണെങ്കിൽ അപ്പോൾ ആൽബവും വീഡിയോയും തമ്മിലുള്ള റേറ്റുകൾ എത്രയാണെന്നൊക്കെയാണ് പല ആൾക്കാരും ഇടുന്നത്. ഞാൻ ആദ്യമേ പറയട്ടെ, നിങ്ങൾ ഈ റേറ്റ് അന്വേഷിച്ച് നിങ്ങൾ ചെന്ന് വീഴുന്നത് ഒരു പടുകുഴിയിലായിരിക്കും. അത് ആദ്യമേ ഞാൻ പറയുന്നു. അത്യാവശ്യം ഒരു നല്ല റേറ്റ് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർക്ക്, നിങ്ങൾക്കറിയാവുന്ന ഫോട്ടോഗ്രാഫർക്ക് ആ വർക്ക് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ ഏറ്റവും ഉത്തമം. കാരണം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. ഞാൻ അത്യാവശ്യം പാർട്ടി പരിപാടികളൊക്കെ എല്ലാം കവർ ചെയ്യുന്ന ഒരാളാണ്. ക്ഷേത്രങ്ങളുടെ വർക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പങ്കുവയ്ക്കുന്ന ഒരാളാണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഈ നിനക്ക് വർക്ക് തന്നു കഴിഞ്ഞാൽ നീ പിന്നെ എടുക്കുമോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് നീ വർക്ക് എടുത്ത് തരുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും എന്നെ അറിയാമെന്നുള്ളവർക്കൊക്കെ അറിയാം. നിങ്ങളുടെ 10,000 ഫോട്ടോ എടുക്കുന്ന ഒരു ഉത്സവത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചടങ്ങിൻ്റെയോ നിങ്ങളുടെ ചിത്രം മാത്രം ഞാനത് പിറ്റേ ദിവസം അത് കറക്റ്റായി എടുത്ത് അത് ലാമിനേഷൻ ചെയ്ത് നിങ്ങളിൽ എത്തിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ആ ചിത്രം അയച്ചു തരുന്നതോ ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും റിസ്ക് എടുത്താണ് നമ്മളൊരു വർക്ക് ചെയ്യുന്നത്, അത് നിങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. എനിക്ക് എൻ്റെ കോൺടാക്ട് നമ്പറിൽ ഏകദേശം 10,000 ആൾക്കാരുണ്ട്. ഇതുപോലെ ഫോട്ടോ വാങ്ങുന്നതും ഫോട്ടോ ഇടുന്നതും ഞാൻ കല്യാണ വർക്ക് എടുക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം അത് വേറൊരു ലെവലാണ്, അത് വേറൊരു രീതിയിൽ പോട്ടെ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയൊക്കെ ഇത്രത്തോളം ആക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടാറുണ്ട്. അപ്പോൾ നിനക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും വർക്ക് തരാറുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാം, എനിക്ക് ബി ജെ പി പ്രവർത്തകരൊക്കെ തരുന്നതിനെക്കാട്ടി ഏറെ എൻ്റെ വർക്കുകൾ എനിക്ക് തരുന്നത് ചിലപ്പോൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. കാരണം കൃത്യമായിട്ട് എനിക്കൊരു വർക്ക് തന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ വർക്ക് അവരിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി വളരെ സ്പീഡായിട്ട് ആ വർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ അന്വേഷിച്ച് പടുകുഴിയിൽ ചെന്ന് വീഴരുത് എന്ന് ഞാൻ പറയുന്നത്. ഒരു വലിയ വർക്ക് നിങ്ങൾ ഇവൻറ്റ് വർക്ക് ഏൽപ്പിച്ചു എന്ന് വിചാരിച്ചോട്ടെ. ഒരു ഇവൻറ്റ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഈ ഫുഡിൻ്റെ കാര്യം 180, 200, 350, 400, 500 രൂപയൊക്കെ ആയിരിക്കും ഒരു ഫുഡ് പ്ലാറ്റ്. അപ്പോൾ നിങ്ങൾ ആ വലിയ ഇവൻറ്റ് അവരെ ഏൽപ്പിക്കുമ്പോൾ അവർ ഫോട്ടോഗ്രാഫി മൈന്യൂട്ടായിട്ടാണ് അവർ കരുതുന്നത്. ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏൽപ്പിക്കുമ്പോൾ അവർ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറിനായിരിക്കില്ല വർക്ക് ഏൽപ്പിക്കുന്നത്, വീഡിയോഗ്രാഫറിനായിരിക്കില്ല വർക്ക് ഏൽപ്പിക്കുന്നത്. അവർ കൃത്യമായിട്ട് അതിനെ കോപ്പി ചെയ്തിടണമെന്നില്ല, കൃത്യമായിട്ട് അതിനെ നിങ്ങൾ സെലക്ഷൻ ചെയ്ത് തരണമെന്നില്ല, നിങ്ങൾ കൃത്യമായിട്ട് ഒരു ആൽബവും വീഡിയോയും ചെയ്ത് തരണമെന്നില്ല. അവർ നിങ്ങളെ കാണിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്നത് അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ആയിരിക്കും.
അത് അവരെടുക്കുന്ന ചിത്രങ്ങളായിരിക്കില്ല. പാവപ്പെട്ട കേരളത്തിൽ അങ്ങോളം അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നല്ല നല്ല കഴിവുള്ള ഫോട്ടോഗ്രാഫർ എടുത്ത പടങ്ങൾ അവർ കോപ്പി പേസ്റ്റ് ചെയ്ത് അവിടെ ഇൻസ്റ്റയിൽ ഇട്ടിട്ട് ഇത്തരത്തിൽ നല്ല ചിത്രങ്ങളടക്കം ഒരു ആൽബം ഞങ്ങൾ ചെയ്ത് തരും എന്ന് പറയും. ഒരു 10,000 ഫോട്ടോ ഒരു ഫോട്ടോഗ്രാഫർ വന്ന് എടുക്കുമ്പോൾ, നിങ്ങളുടെ സുഹൃത്ത് വന്ന് എടുക്കും, കോളേജിൽ പഠിച്ചതോ സ്കൂളിൽ പഠിച്ചതോ നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള ആൾക്കാർ വന്ന് ആരെങ്കിലും ഒരു ചിത്രം കാണിച്ചു തന്നാണ് നിങ്ങളൊരു വർക്ക് നിങ്ങളെ കാണിച്ചു തരുന്നതെങ്കിൽ ഒരു 10,000 ചിത്രം എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പടമായിരിക്കും കളർ കറക്ഷൻ ചെയ്ത് ഗ്രേഡ് ചെയ്ത് നല്ല കറക്ഷൻ ചെയ്ത് ക്രോപ്പ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ആ പടത്തിന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്. ആ ചിത്രം കണ്ടുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കബളിപ്പിക്കപ്പെടാതിരിക്കുക. കാരണം അത് ആ ഒരു ചിത്രം മാത്രം കാണരുത്. നിങ്ങൾ ഒരു വർക്ക് തരുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ചെയ്ത ഒരു ആൽബം. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിട്ടെ, പാറശാലയിൽ ഞാനൊരു വർക്ക് എടുക്കാൻ വേണ്ടി എന്നെ വിളിക്കുന്ന ആ പാറശാലയിൽ അകത്ത് ഞാനെടുത്ത ഒരു ആൽബമാണ് ഞാൻ കൊണ്ട് കാണിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ എന്നെ ഒരു വർക്കിന് വിളിച്ചു. നെയ്യാറ്റിൻകരയിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ ഞാനെടുത്ത നല്ലൊരു ചിത്രമോ ഫോണിൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ളതോ അല്ല അവർക്ക് കാണിക്കുന്നത്. ഞാൻ ആ നാട്ടിൽ അവർ അമരവളയിലോ നെയ്യാറ്റിൻകരയിലോ താന്നിമുള്ളിലൊക്കെ എടുത്ത ഒരു ചിത്രമായിരിക്കും കാണിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഒരു വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിലോ കഴക്കൂട്ടത്തോ തിരുവനന്തപുരത്തോ ഞാൻ എടുത്തു കൊടുത്തിട്ടുള്ള നല്ലൊരു ആൽബം അതല്ലേ കാണിക്കാൻ പറ്റും, നല്ലൊരു ആൽബം ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വെഡ്ഡിങ് പാക്കേജുകൾ നിങ്ങൾ കൊടുക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലെ ഒന്നോ രണ്ടോ ചിത്രങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അവരെ വിലയിരുത്തുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഞാൻ കുറേ ദിവസം കൊണ്ട് നിങ്ങളത് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഞാൻ എൻ്റെ ക്യാമറയായിട്ട് വന്നിരുന്ന് രാവിലെ ഈ കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് എനിക്ക് വർക്ക് ചെയ്യണമെന്നല്ല, എൻ്റെ വെഡ്ഡിങ് പാക്കേജുകളും കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. സ്വാഭാവികമായിട്ട് 35,000 രൂപയാണ് ഞാൻ എൻ്റെ വെഡ്ഡിങ് പാക്കേജിൽ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അതിൽ 35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമെന്ന് ചിലവർ ചോദിക്കാറുണ്ട്. അപ്പോൾ 35,000 രൂപയ്ക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു ആൽബം, അത് 30 ലീഫ് മുതൽ 40 ലീഫ് വരെ, അതായത് 80 പേജ് അടങ്ങുന്ന ഒരു ആൽബം. പിന്നെ ഒരു വീഡിയോ ജിംബലൊക്കെ വെച്ചിട്ട് ലെൻസൊക്കെ മാറ്റിയെടുക്കുന്ന വെച്ചിട്ടുള്ള ഒരു വീഡിയോ കവറേജ്. അതിൽ ഒരു പ്രൊമോ ഉണ്ടാവും, പെൻഡ്രൈവ് ഉണ്ടാവും, പെൻഡ്രൈവ് ബോക്സ് ഉണ്ടാവും, ഒരു ഫാമിലി ഫോട്ടോ ലാമിനേഷൻ ഉണ്ടാവും, ഒരു കലണ്ടർ ഉണ്ടാവും, ഒരു കപ്പിൾ ഫോട്ടോ ലാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ 35,000 രൂപയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പാക്കേജ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 35,000 കഴിഞ്ഞ് 45,000 പാക്കേജാണ്. അതിൽ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട്, അത് സേവ് ഡേറ്റിൻ്റെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അതിൽ ഇൻവോൾവ് ആവും. അപ്പോൾ ആ 35,000 പാക്കേജിൻ്റെ കൂടെ ഇത്തരത്തിൽ ഈ ഔട്ട്ഡോർ ഷൂട്ടിൻ്റെ ഫോട്ടോസ് അതിൽ ആൽബത്തിൽ കയറ്റും, ഔട്ട്ഡോർ ഷൂട്ടിൻ്റെ ഒരു സോങ് വീഡിയോയിൽ നമ്മൾ കയറ്റും. ഇതാണ് 45,000 പാക്കേജ്. 55,000 പാക്കേജ് വരുന്ന സമയത്ത് നമ്മളൊരു ഒരു ഹെലിക്യാം ഒരു മിനിറ്റ് സുരേഷ് ചേട്ടാ ഹെലിക്യാം ഷൂട്ട് നമ്മളതിൽ കയറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് 75,000 ഒരു പാക്കേജിൽ നമ്മൾ വീഡിയോ നമ്മുടെ ലൈവ് വീഡിയോ LED വാൾ അതിൽ കയറ്റും. 1,00,000 കാൻഡിഡ് ഫോട്ടോഗ്രാഫി, കാൻഡിഡ് വീഡിയോഗ്രാഫി, 1.25 മാക്ക് ഓവർ പ്ലസ് കാർ. അപ്പം ഇങ്ങനെയുള്ള പാക്കേജുകളാണ് ഞങ്ങളിപ്പോൾ നിലവിൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ആവശ്യമെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇവിടെ ചൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കാണുന്ന അവർ ഏറ്റവും മനോഹരമായിട്ടുള്ള 10,000 വർക്ക് എടുക്കുമ്പോഴായിരിക്കും അതിലൊരു ചിത്രം അവർ പോസ്റ്റ് ചെയ്യുന്നത്. ആ വർക്ക് കാണാതെ അത്യാവശ്യം റേറ്റ് കുറയ്ക്കുന്നവർക്ക് നിങ്ങൾ വർക്ക് കൊടുക്കാതിരിക്കുക തന്നെ ചെയ്യണം. കാരണം റേറ്റ് കുറയ്ക്കുമ്പോൾ അവർ എഡിറ്റിങ്ങിലും ഏത് ക്വാളിറ്റിയുള്ള ക്യാമറയാണ് കൊണ്ടുവരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഏത് ക്വാളിറ്റിയിലാണ് അവർ ആൽബം ഡിസൈൻ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ഏതൊക്കെ പേജുകൾ സ്പെഷ്യൽ പേജുകൾ കയറ്റുമെന്ന് പറയാൻ പറ്റുന്നില്ല. ഏതൊക്കെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കുറഞ്ഞ റേറ്റുകൾ പരമാവധി ചെയ്യാതിരിക്കുക. അത്രത്തോളം വർക്ക് അത്രത്തോളം കുറച്ചിട്ടായിരിക്കും ആ വർക്കുകൾ അവർ നിങ്ങൾക്ക് തരുന്നതും ചെയ്യുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും കേരള വെഡ്ഡിംഗ് കമ്പനി ഫോട്ടോഗ്രാഫർ മാണിനാട് സജി എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട്, യൂട്യൂബുണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാമുണ്ട്. ഇതൊന്നും നിങ്ങൾ കണ്ടുകൊണ്ട് വർക്ക് തരരുത്. നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വർക്ക് ഞാൻ നിങ്ങളുടെ നാട്ടിൽ ചെയ്ത ഒരു വർക്ക് ഞാൻ കൊണ്ട് ആൽബം കാണിച്ചു തരും. ആൽബം കണ്ടിട്ട് നിങ്ങളെനിക്ക് വർക്ക് തരും. അപ്പോൾ ഓണത്തിനും ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ഞാൻ വർക്ക് ഇപ്പോഴേ ബുക്ക് ചെയ്യുന്നു. തീർച്ചയായിട്ടും എന്നെ വിളിക്കുന്നവർ നിങ്ങളുടെ ഡേറ്റ് തീർച്ചയായിട്ടും ആദ്യം പറയുക, റേറ്റ് എത്രയാണെന്ന് ചോദിക്കുക. ആ റേറ്റിനനുസരിച്ചുള്ള ഓഫറുകൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഡേറ്റ് എന്തിനാണ് ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ, എനിക്ക് മുൻകൂട്ടി ഒരാൾ എന്നെ ബുക്ക് ചെയ്തിട്ടുമുണ്ട് എങ്കിൽ എനിക്ക് വേറൊരു ഫോട്ടോഗ്രാഫറിനെയും കൂടെ അറേഞ്ച് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ആ ഡേറ്റ് കൃത്യമായിട്ട് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഞാനാണ് എനിക്ക് വേറെ വർക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. പകരത്തിന് ഒരാളെ നമുക്ക് അറേഞ്ച് ചെയ്ത് വിടുകയാണെങ്കിൽ അവർക്ക് റേറ്റ് കുറച്ചുകൂടെ ആവേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട്
വർക്കുകളൊക്കെ ബുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അറിയിക്കുക. അതോടൊപ്പം എൻ്റെ വൈഫ് മേക്ക് ഓവറാണ്. അപ്പം മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വർക്ക് ജെൻസിനും ലേഡീസിനും നമ്മൾ ചെയ്ത് നൽകുന്നതാണ്.